അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇഹ്യാ ദർസിന്റെ മജ്ലിസ് സ്വീകരിക്കുകയും ധാരാളം ഇൽമുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട നിരവധി മര്യാദകൾ പല മേഖലകളിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ധാരാളം വിഷയങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രാവർത്തികമാക്കേണ്ട വിഷയങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യായിൽ വിശദീകരിക്കുകയാണ്. ളിയാഫത്ത്, ആതിഥ്യം അരുളുന്ന ആളുകളുടെ മര്യാദ, അതിന് ക്ഷണിക്കപ്പെട്ട് പോകുന്ന അതിഥികൾ പാലിക്കേണ്ട കാര്യങ്ങളും ഏറെക്കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അതാണല്ലോ ഏറ്റവും ഉയർന്ന സ്വഭാവം. ആ സ്വഭാവം വാക്കിലും പ്രവർത്തികളിലും ചിന്താധാരകളിലും എല്ലാ മേഖലകളിലും നമ്മൾ പിന്തുടർന്നാൽ നമ്മളൊരു പരിപൂർണ മനുഷ്യനാണ്. ഫിഹാലിഹി വമഖാലിഹി വഫആലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅദില. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മഅബദി തങ്ങൾ അദ്കിയയിൽ പറഞ്ഞ ഒരു വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അവിടുത്തെ ചലനങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യാം, പരിശോധിച്ച് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാള് ക്ഷണിച്ചിട്ട് ആ ക്ഷണം സ്വീകരിച്ചിട്ട് പോയാൽ പിന്നെ വലിയ ആളുകള് ചെറിയ ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് പോകണം എന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ ഒരാളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. ആ നബി തങ്ങൾ യുജീബു ദഅവത്തൽ അബ്ദി വദഅവത്തൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകളുടെ ക്ഷണം, അതുപോലെ അടിമ ഒരു അബ്ദ് തങ്ങളെ ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമായിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാവപ്പെട്ട ആളുകൾ ക്ഷണിച്ചാൽ നമ്മൾ പോകണം, അതിന് കൂടുതൽ ആവേശം കാണിക്കണം. പലപ്പോഴും വേദികളും അതുപോലെ ഭക്ഷണവും കൂടുതൽ പരിശുദ്ധമാവുക അത്തരത്തിലുള്ള സദ്യകളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ ആർഭാടങ്ങളും വലിയ പ്രൗഢിയുമുള്ള സദ്യകൾക്ക് പങ്കെടുക്കുന്നതിനേക്കാൾ മനസ്സമാധാനത്തോടെ പങ്കെടുക്കാൻ പറ്റുന്നത് പാവപ്പെട്ട ആളുകളുടെ സദ്യയാണ്. അതിൽ നമുക്കൊരിക്കലും ഒരു മനസ്സിന് ഒരു സങ്കുചിത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഹാനായ
ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അതായത് അലി റളിയല്ലാഹുവിന്റെ മകൻ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പാവപ്പെട്ട കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയ അടുത്തുകൂടെ പോയി. يسألون الناس على الطريق وقد نشروا كسرا على الأرض في الرمل وهم يأكلون. അവരെങ്ങനെയൊക്കെയോ ജീവിക്കുന്ന ആളുകളാണ്, വളരെ പ്രയാസപ്പെട്ടിട്ട്. പക്ഷെ അവര് ഒരു ചെറിയ ഭക്ഷണം കഴിക്കുകയാണ്. അവൾ ആ മണൽ പരപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ സുപ്രട്ട് ഭക്ഷണം കഴിക്കുകയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കോവർ കഴുതയുടെ മേൽ ഇങ്ങനെ പോവുകയാണ്. ഫസല്ലമ അലൈഹി, അങ്ങനെ അവരോട് സലാം ചൊല്ലി ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവര് മഹാനവറുകളോട് പറഞ്ഞു, ഹലുമ്മ ഇലൽ ഖിദാ യബ്ന ബിൻതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ആയ ഹസൻ തങ്ങളെ, നിങ്ങൾ ഈ ഒരു ചെറിയ ആസ്ത കഴിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ കൂടണം എന്ന് ആവശ്യപ്പെട്ടു. ഫഖാല നഅം, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ പങ്കെടുക്കാം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ ഫനസല വഖഅദ മഅഹും അലൽ അർളി വഅഖല ഉമ്മ സല്ലമ അലൈഹിം വറകിബ. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹങ്കാരികളെ ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ആ കോവർ കഴുതയിൽ നിന്ന് ഇറങ്ങി അവരുടെ കൂടെ നിലത്ത് അവരുടെ കൂടെ ഒരാളായി കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച് അവരോട് സലാം ചൊല്ലി മഹാനവറുകൾ വീണ്ടും വാഹനപ്പുറത്ത് കയറി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖദ് അജബ്തുകും വാജിബുനി, നിങ്ങളിപ്പോൾ എന്നെ ക്ഷണിച്ച സന്ദർഭത്തിൽ ഞാനത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ പങ്കെടുത്തു. അതുകൊണ്ട് വാജിബുനി, ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്, നിങ്ങളും എന്റെ ക്ഷണം സ്വീകരിക്കണം. ഖാലൂ നഅം, അതെ, അവര് പറഞ്ഞു, ഓ ഞങ്ങളും തയ്യാറാണ്, ഞങ്ങളും സ്വീകരിച്ചോളാം. ഫവഅദഹും വഖ്തൻ മഅലൂമൻ ഫഹദറു, അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് അവരെല്ലാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സദ്യയിൽ പങ്കെടുത്തു. فقدم إليهم فاخر الطعام وجلس يأكل معهم. നല്ല മാന്യമായ സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം ഹസൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കി അവരെ ഭക്ഷിപ്പിച്ചു. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നതി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്ന യുവാക്കളുടെ നേതാവാണ് ഹസൻ റളിയല്ലാഹു അൻഹും അതുപോലെ സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും. രണ്ടാമത്തെ അദബ് മഹാനവറുകൾ പറയാണ്, ക്ഷണിച്ച് സ്വീകരിച്ചു പോകുന്നതിൽ അന്നഹു ലാ യംബഗി അൻ യംതനിഅ അനിൽ ഇജാബതി ലിബുഅദിൽ മസാഫതി കമാ ലാ യംതനിഉ ലിഫഖരിൽ ഫാഇലി വഅദമി ജാഹി ദാഇ ലിഫഖരി ദാഇ വഅദമി ജാഹിഹി. അതായത് ഒരല്പം ദൂരം കൂടി പോയതിന്റെ പേരിൽ ക്ഷണം സ്വീകരിക്കാതിരിക്കരുത്, പോകാതിരിക്കരുത്. ക്ഷണിച്ച ആള് ഫഖീറായതുകൊണ്ടോ ആളുകളുടെ ഇടയിൽ വലിയ പേരും പ്രശസ്തിയും പ്രൗഢിയും ഇല്ലാത്തത് കൊണ്ടോ ക്ഷണം സ്വീകരിച്ച് പോകാതിരിക്കാൻ പാടില്ലാത്തതുപോലെ ദൂരം അല്പം കൂടിയത് കൊണ്ടുപോകാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ബൽ കുല്ലു മസാഫത്തിൻ യുംകിനു ഇഹ്തിമാലുഹാ ഫിൽ ആദ, സാധാരണ നിലയിൽ സഹിക്കാൻ പറ്റുന്ന ഒരു ദൂരം, അല്ലാണ്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ ദൂരം, അതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് പോകണം. അത് മകാരിമുൽ അഖ്ലാഖിൽ പെട്ടതാണ്. ലാ യംതനി
ചെറിയൊരു ദൂരം, സാധാരണ സഹിക്കാൻ പറ്റുന്ന ഒരു ദൂരമാണെങ്കിൽ അതിന്റെ പേരിൽ ക്ഷണം സ്വീകരിക്കുന്നത് ഒഴിവാക്കാൻ പാടില്ല. യുഖാലു ഫി തൗറാത്ത്, തൗറാത്തിലുണ്ട്, ഔ ബഅദിൽ ഖുതുബി, ഏതോ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തത്വമാണ്. സിർമീലൻ ഉദ്മരീദൻ സിർമീലൈനി ശയ്യ ജനാദതൻ സിർ സലാസത അംയാൽ അജിബ് ദഅവതൻ സിർ അർബഅത അംയാലിൻ സുർ അഖൻ ഫില്ലാഹ്. നീ ഒരു മൈൽ സഞ്ചരിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് രോഗിയെ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു മൈൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ നീ യാത്ര ചെയ്യണം. സിർമീലൈനി ശയ്യ ജനാദ, ഒരു ജനാദയിൽ പങ്കെടുത്തുകൊണ്ട് ജനാദയെ സംസ്കരിക്കാൻ വേണ്ടി 2 മൈൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ നീ യാത്ര ചെയ്തു പോകണം. സിർ സലാസത അംയാലിൻ അജിബ് ദഅവതൻ, 3 മൈൽ സഞ്ചരിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ നീ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സദ്യക്ക് പോകണം. സിർ അർബഅത അംയാലിൻ സുർ അഖൻ ഫില്ലാഹ്, 4 മൈൽ സഞ്ചരിച്ചു കൊണ്ടുപോകേണ്ടി വന്നാൽ നീ സഞ്ചരിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ നീ സ്നേഹിക്കുന്ന സ്നേഹിതനെ സന്ദർശിക്കണം. അള്ളാഹുവിന്റെ പേരിൽ ആയിരിക്കണം നമ്മുടെ സ്നേഹം. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, 10, 15, 18 വയസ്സുള്ള കുട്ടികൾ, അവർ ആരോട് കൂട്ടുകൂടണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ആരോട് കൂട്ടുകൂടുന്നു എന്ന് ശ്രദ്ധിക്കുകയും വേണം. കൂട്ടുകൂടുന്ന സ്നേഹിതനും ഫ്രണ്ടും നല്ല നടപടിക്കാരൻ ആയിരിക്കണം. അതിന്റെ നിർബന്ധം നമുക്ക് വേണം. നേരത്തെ തന്നെ അത് നമ്മൾ വഴിയെ കൊണ്ടുവരണം. അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ പോകും, ചെറിയ ഞാനെവിടെയും പോകുന്നില്ല, ഞാനെവിടെയും കുടുങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി രാത്രി ആദ്യമൊക്കെ 8 മണിക്ക് വരല്ലോ, പിന്നെ 9 മണിയായി, പിന്നെ എല്ലാം കൂടി 10 മണിയായി, പിന്നെ 10 മണിയായി, പിന്നെ 12 മണിയായി, പിന്നെ എല്ലാം കൂടി എന്തായി, എപ്പോഴെങ്കിലും കയറി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആരോട് കൂടുന്നു എന്നൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യം വളരെ അപകടത്തിലാണ്. കൂട്ടുകാരൻ നന്നായില്ലെങ്കിൽ നമ്മുടെ മക്കൾ ദുഷിച്ചു പോകും. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി. നീ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചോളണമെന്നില്ല. അന്വേഷിച്ചാൽ തെറ്റില്ലെന്നല്ല പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ഖരീൻ ആരാണ്, കൂട്ടുകാരൻ ആരാണ് എന്ന് അന്വേഷിച്ചാൽ മതി. ഓനായപ്പോ ആചാര്യനോട് നല്ല നല്ല എറിയാനോ പടക്കത്തരൊന്നുമില്ല, നല്ല എറിയാനോ ഓന്റെ കൂടെയാണ് എപ്പോഴും ഇവൻ ഉണ്ടാകാൻ മതി. ആ വ്യക്തിയെ സംബന്ധിച്ച് അന്വേഷിച്ചോളണമെന്നില്ല. മഹാന്മാർ പറഞ്ഞ നല്ല തത്വമാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. കൂട്ടുകാർ തന്റെ കൂട്ടുകാരനെ അനുകരിക്കുക, പിന്തുടരുക എന്നത് സ്വാഭാവികമാണ്. കൂട്ടുകാരൻ മോശമായ കൂട്ടുകാരനാണെങ്കിൽ നീ എന്തെങ്കിലും ഒരു വിഷയം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കാം ഈ വ്യക്തിയെ അന്വേഷിക്കുന്നതെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ട. അവൻ നല്ലവനാണോ, രണ്ടർത്ഥത്തിന് വെക്കാം. നീ അന്വേഷിക്കുന്ന വ്യക്തിയുടെ കൂട്ടുകാരൻ മോശക്കാരനാണെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് നീ കൂടുതൽ അന്വേഷിച്ച് ഈ ഒരു സംഗതി പോലുമായിരുന്നു നിൽക്കണ്ട. അങ്ങനെയാകാം. അല്ലെങ്കിൽ ചെറുണ്ട ആളാണ് എങ്കിൽ നീ അവനോട് കൂട്ടുകൂടാൻ പോകണ്ട. അങ്ങനെയാകാം. നല്ലവനാണ്, നല്ല നടപടിക്കാരനാണ് അവനെങ്കിൽ
നീ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട, അവന്റെ കൂടെ കൂടിക്കോ. അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടാകുന്ന വ്യക്തിയില്ലേ നീ അന്വേഷിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ നീ എന്തിനാണ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, നീ നടത്തിക്കോ, പ്രശ്നമില്ല. ഇത് ഒരു മഹാൻ പറഞ്ഞത് വലിയ തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹമൊക്കെ നമ്മുടെ കുട്ടികളുടെയും എല്ലാവരുടെയും സ്നേഹബന്ധം അത് ഇസ്തിഖാമത്തുള്ള ചൊവ്വുള്ള ബന്ധമായിരിക്കണം. അല്ലാഹു തആല നമ്മളെ മക്കളെയും എല്ലാവരെയും നന്നാക്കി തരട്ടെ. മൂന്നാമത്തെ അദബ് അസാലിസു അല്ലാ യംതനിഅ ലികൗനിഹി സായിമൻ. അതായത് ഒരു സദ്യക്ക് വേണ്ടി ക്ഷണിച്ച്, നിക്കാഹിന് വേണ്ടി ക്ഷണിച്ചു, അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചു, എന്നാൽ ഒരുപക്ഷെ നോമ്പുകാരനായിരിക്കാം. നോമ്പുകാരനായതിന്റെ പേരിൽ അതിൽ നിന്ന് വിലങ്ങി നിൽക്കാൻ പാടില്ല. ബൽ യഹ്ദുറു, അവൻ പങ്കെടുക്കണം. ഫഇൻകാന യസുറു അഖാഹു ഇഫ്താറുഹു ഫൽയുഫ്തിർ. തന്റെ ആ സഹോദരൻ ആതിഥ്യമരുളുന്ന വ്യക്തിക്ക് ഇവൻ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കൽ വല്ലാതെ അവനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഈ മസാല മാത്രം പഠിച്ചിട്ട് അവൻ നോമ്പ് മുറിക്കട്ടെ. അന്ന് നോമ്പ് പൂർത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷം കടത്തിയതിന്റെ പേരിൽ അവന് പ്രതിഫലം ലഭിക്കും. പിന്നെ നേരത്തെ തന്നെ കരാറായാല് നിങ്ങൾക്ക് നോമ്പായിരിക്കും, വിഷമമുണ്ടാറ് എന്ന് പറഞ്ഞ് കരാറാക്കിയവന് പ്രശ്നമില്ല. യാദർച്ഛികമായി ഒരാള് എത്തിപ്പെട്ടതാണ്, മൂപ്പർക്ക് നോമ്പാണ്, നോമ്പാ ഭക്ഷണം, ഞാൻ ഒരുപാട് ഭക്ഷണമൊക്കെ തയ്യാറായി, നിങ്ങൾ എന്തും കഴിച്ചില്ല, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്. അയാള് വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ അവിടെ നോമ്പ് മുറിച്ചു കൊടുക്കണം എന്നാണ് ശറഅ് പറയുന്നത്. തന്റെ സഹോദരന്റെ ഹൃദയത്തിൽ സന്തോഷം കടത്തുക എന്ന നിയ്യത്ത് കൊണ്ട് അത് സുന്നത്ത് നോമ്പിലാണ് പറഞ്ഞത്. വഇല്ലം യതഹഖഖ സുറൂറു ഖൽബിഹി ഫൽയുദ്ദിഖുഹു ബില്ലാഹിരി വൽയുദ്ദിർ. നാലാമത്തേത് അയ്യംതനിഅ മിനൽ ഇജാബതി ഇൻ കാന തആമ സുബ്ഹത്തിൻ. ഈ സദ്യക്ക് കൊടുക്കുന്ന ഭക്ഷണം സുബ്ഹത്തിന്റെ ഭക്ഷണമാണെങ്കിലാണ് ഇമാം ഗസാലി അള്ളാഹു പറഞ്ഞത്, ഹറാമിന്റെ അല്ല. ഹറാമിന്റെ വായ പിന്നെ പറയണ്ടല്ലോ. സുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും കലർന്നത്. അത് ഹറാമാണെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഹറാമാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഭക്ഷണമാണെങ്കിൽ ആ സദ്യക്ക് ക്ഷണത്തിന് ഉത്തരം ചെയ്ത് പോകാതിരിക്കുക. അവിൽ മവാദിഉ അവിൽ ബിസാത്തുൽ മഖ്റൂസു മിൻ ഗൈരി ഹലാൽ. അല്ലെങ്കിൽ ആ സ്ഥലം ഹലാലായ സ്ഥലമല്ല, ഒരാൾക്ക് പൊരുത്തമില്ലാത്ത സ്ഥലത്ത് വെച്ച് നടത്തുന്നതാണ്. അല്ലെങ്കിൽ അവിടെ വിരിച്ച വിരിപ്പ് ഒരു ആദരവുള്ളാകുന്ന നിരക്ക് പട്ടുകൊണ്ട് അലങ്കരിച്ചതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ പട്ട് പറ്റും, അതേസമയത്ത് പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ്, നിഷിദ്ധമാണ്. അവിടെ നിഷിദ്ധമായ എന്തെങ്കിലും ഫോട്ടോകളോ മറ്റോ ആദരിക്കപ്പെടുന്ന നിലക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഇജാബത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണമാണ്. അതുപോലെ സ്ത്രീ പുരുഷന്മാർ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യാതൊരു മറയുമില്ലാതെ പരസ്പരം കൂടിക്കലർന്നുകൊണ്ട് യാതൊരു വിവേചനവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ അവിടത്തേക്കും ക്ഷണിച്ചാൽ പോകേണ്ടതില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ കല്യാണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കല്യാണ വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെയധികം വൃത്തിയാക്കാൻ കഴിയും. സ്ത്രീകൾ പ്രവേശിക്കുന്ന സ്ഥലം, അവർ പ്രവേശിക്കുന്ന വഴി, അത് തന്നെ വേറെയാക്കാൻ കഴിയും. അവരതിനെ കുറിച്ച് തന്നെ വരിക. സ്ത്രീകൾ വരുന്നത് ആരും കാണുന്നില്ല, അവർ വരികയും പോകുന്ന ആരും കാണുന്നില്ല, ആ രൂപത്തിലാക്കാൻ കഴിയും. സ്ത്രീകളുടെ ഭക്ഷണ ഹാൾ, പുരുഷന്മാരുടെ ഭക്ഷണ ഹാൾ, അത് രണ്ടും വേറെ വേറെ ആക്കുക. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്താണ് ഒരു എന്താ പറയുക ലിബറലിസത്തിന്റെ ഭാഗമോ
അല്ലെ സോഷ്യലിസത്തിന് കൂടി പോയത് എന്താണെന്നറിയാ, എല്ലാവരും ഒന്നിച്ച് ഒരു വിവേചനവും ഇല്ല. അങ്ങനെ നമ്മൾ ഏതായിരുന്നാലും എന്ത് ചെയ്യണ്ട, നമ്മളെ കല്യാണങ്ങളൊക്കെ അങ്ങനെ നടത്തണ്ട. പിന്നെ ആളുകളെ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല, പോകാണ്ടിരിക്കാൻ കഴിയും. ഒക്കെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ സ്ഥലത്ത്, ഒരു നിവൃത്തിയില്ല. പെണ്ണിനെ കാണാനേ പോകാൻ കഴിയുള്ളൂ. സ്ത്രീ പുരുഷന്മാർ ഒരു നിലക്കുള്ള നിയന്ത്രണവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കല്യാണത്തിന് പോവുക? ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. എല്ലാം എന്ത് ചെയ്യാ, നമ്മുടെ നാട്ടു നടപ്പ്, ഏതെങ്കിലും ഒരു നാട്ടിൽ അങ്ങനെ നടപ്പുണ്ടായാൽ ആ നടപ്പൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വലിച്ചു കൊണ്ടുവരരുത്. ഒരു സ്ഥലത്താണെങ്കിൽ ഒരു സ്ഥലത്ത് അതൊന്ന് കൃത്യമായിട്ട് നടക്കട്ടെ. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വല്ലാതെ ഇടകലരുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കല്യാണ വീടുകളിൽ സംജാതമായിരിക്കുകയാണ്. അതേ സമയത്ത് വളരെ കൃത്യമായി ആണും പെണ്ണും ഒരു നിലക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ മറകൾ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന കല്യാണങ്ങളും ഉണ്ട്. വളരെയധികം വിവരക്കേടുകളാണ് ഇന്ന് എല്ലാം അറിയാം എന്ന് വിചാരിക്കുന്ന നമ്മിൽ പലർക്കും ഉള്ളത്. എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മഹറമിയത്ത് ഉള്ളവരും അല്ലാത്തവരും ഏതാണ് എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥ. അറിയാത്തത് കൊണ്ടോ അറിയായ്മ നടിക്കുകയോ എന്നറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഉമ്മാന്റെ ജ്യേഷ്ഠത്തി, ഉമ്മാന്റെ അനുജത്തി മഹറമാണ്, നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അവരെ കൈ പിടിക്കാനും തൊടാനൊക്കെ പറ്റും. ഉമ്മാന്റെ പെങ്ങള് ഓക്കെ മഹറമിയത്തുള്ളവരാണ്. അവിടുന്ന് അങ്ങോട്ട് സ്റ്റേജ് വിട്ടു കഴിഞ്ഞാൽ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ, അനുജത്തിയുടെ മകൾ, പാപ്പാന്റെ അനുജന്റെ ജ്യേഷ്ഠന്റെ മകൾ, അവരെല്ലാം നമുക്ക് കാണൽ പാടില്ലാത്തവരാണ്. അവര് തമ്മിൽ വിവാഹം നടത്താൻ പറ്റുന്നവരാണ്. വേണ്ടി വന്നാൽ അങ്ങനെ നടത്തണമെന്നല്ല, ഇവന്ന് മസാല പിടിക്കണ്ട, അടുത്ത കുടുംബം ആകാതിരിക്കലാണ് സുന്നത്ത്. ഏതായിരുന്നാലും അവിടെ നിയമപ്രകാരം ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ മകളെ വിവാഹം ചെയ്യാം, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകളെ, അനുജന്റെ മകളെ വിവാഹം ചെയ്യാം. അവർ തമ്മിൽ മഹറമിയത്ത് ഇല്ല. അതുകൊണ്ട് അവരെ സ്വന്തം പെങ്ങളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഭാര്യയെ പോലെ, അല്ലെങ്കിൽ ഉമ്മയെ പോലെ അവരെ ഓപ്പണായി ഇങ്ങനെ കാണുക, അല്ലെങ്കിൽ അവരെയും പിൻസീറ്റിൽ ഇരുത്തിക്കൊണ്ട് സൈക്കിളിൽ പോവുക, ഇതൊന്നും പാടില്ല. അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന് എന്ത് ബന്ധമാണുള്ളതൊരു ബന്ധമില്ല, പൂർണ്ണമായി അജ്നബിയത്താണ്. അനുജന്റെ ഭാര്യ എന്ന നിലക്ക് അവൾ അജ്നബിയത്താണ്. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന് അന്യത്രിയാണ്. അവര് തമ്മിൽ കാണാനും തൊടാനും വകുപ്പില്ല. പിന്നെ സ്വന്തം ഒരു വീട്ടിൽ താമസിക്കുമ്പോ ആ അനുജന്റെ ഭാര്യ ഒരു നിലക്കും കാണാത്തവര് കംപ്ലീറ്റ് മറച്ച് അങ്ങനെ 100% കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊന്നും ഒരു മനഃപൂർവ്വമുള്ള നോട്ടമോ മറ്റോ അല്ല. അങ്ങനെ പഴുതടച്ചുകൊണ്ട് ചിലപ്പോ കഴിഞ്ഞോളുന്നില്ല. അതേ സമയത്ത് ഇതിന് യാതൊരു വിലക്കും ഇല്ല. ഇതെന്റെ സ്വന്തം സിസ്റ്ററെ പോലെയാണ്, സ്വന്തം സഹോദരിയെ പോലെയാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മാനെ പോലെയാണ്, എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല എന്ന നിലക്കുള്ള സമീപനം. എങ്ങനെയാണ് ഇത്രയും ക്ലാസുകളും ഇത്രയും ലേഖനങ്ങളും ഇത്രയും ഇൽമിന്റെ വേദികളും എല്ലാം ഉള്ള ഈ കേരളക്കരയിൽ ഉത്ബുദ്ധരും നല്ല ബോധമുള്ളവരുമായ ഈ മുസ്ലിം സമൂഹത്തിന് വന്നു ചേരുന്നത് എന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയാണ് അത് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മള് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് കാലത്തായിരുന്നാലും ഹദീസിൽ കാണാം, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ചെറിയ പ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു പെൺകുട്ടി എന്തോ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് തങ്ങളുടെ.
അപ്പോൾ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഫദ്ലിനെ അബ്ബാസ് ചെറിയ കുട്ടിയാണ്. ആ പെൺകുട്ടിയിലെ ഇങ്ങനെ നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുഖം അങ്ങോട്ടേക്ക് തിരിച്ച് മാറ്റിക്കളഞ്ഞു. അങ്ങോട്ടേക്ക് മാറ്റി ചെയ്തു, തടസ്സം ചെയ്തു. മുഖം മൂടി ധരിച്ചുകൊണ്ട് പോവുക എന്നതാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ഏറ്റവും നല്ല സ്വഭാവം. അതുകൊണ്ട് മുഖാവരണം ധരിക്കാത്ത സ്ത്രീകളൊക്കെ ആക്ഷേപിക്കപ്പെടുക ഒരിക്കലും ശരിയല്ല. ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പഴുത് അനുസരിച്ചുകൊണ്ട് ആയിരിക്കാം മുസ്ലിം സ്ത്രീകളിൽ പലരും മുഖം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത്. അതിന് പ്രചോദനം കൊടുക്കുകയല്ല. നമ്മൾ നമ്മുടെ ഉമ്മയായാലും അതേ സഹോദരിയായാലും ഭാര്യയായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമുക്ക് സ്വാധീനമുള്ള എല്ലാ സ്ത്രീകളെയും കാലിനെ സോക്സ് ധരിപ്പിച്ചുകൊണ്ടും കഴിയുമെങ്കിൽ കയ്യുറയിട്ടുകൊണ്ടും അതുപോലെ മുഖാവരണം മുഖംമൂടി ധരിച്ചുകൊണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ടും തന്നെയാണ് നമ്മൾ ജീവിപ്പിക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേ സമയത്ത് മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അഭിപ്രായമൊന്നും പറയണ്ട. നിങ്ങൾ നോക്കൂ, ഹറമിൽ പോയി നോക്കിയാൽ അവിടെ സ്റ്റാഫുകളെ കാണാം, ലേഡി സ്റ്റാഫുകളെ കാണാം. എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീ വേഷവിധാനം ധരിക്കേണ്ടത് എന്ന് നമുക്ക് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റുന്ന അവസ്ഥ കാണും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒരു സ്ഥലവും അവരെ കാണുക, മുഴുവനും അവർ മറച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇവിടെയൊക്കെ ഈ മുഖംമൂടി ധരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ശരിക്കും ഓപ്പനായിട്ട് കാണും, അല്ല കീറിയിട്ടുണ്ടാകാം. അവരുടേത് അവിടെ ഒരു നെറ്റാണ്, വലയാണ്. കണ്ണ് പോലും കാണാത്ത വിധത്തിൽ പൂർണ്ണമായി ശരീരം മറച്ചുകൊണ്ടാണ് ഹറമിൽ ഉള്ള ലേഡി സ്റ്റാഫുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഓർക്കുന്നു, വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? യമനിൽ പോയ സമയത്ത് അവിടെയുള്ള സ്ത്രീകളുടെ അച്ചടക്കം വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു അന്യ പുരുഷൻ അവരെ കണ്ടുപോകുന്നതിന് അവർക്ക് എത്രമാത്രം ശ്രദ്ധയാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഏതോ ഒരു വഴിയോ മറ്റോ അന്വേഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഗൈഡ് അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ അതിന്റെ അപ്പുറത്തുള്ള വീട്ടിലുള്ള സ്ത്രീകൾ അവരെ ഞങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? വളരെ പേടിച്ചുകൊണ്ട് അയാളെ ഇങ്ങോട്ട് നമ്മളെ നോക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഓടിപ്പോയി കളിയാണ്. ഇത് നേരിട്ട് ഞാൻ അനുഭവിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ആട്ടിനെ മേക്കുന്ന വളരെ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കാണാൻ കഴിഞ്ഞു. ആട്ടിനെ മേക്കുന്ന സ്ത്രീകൾ മുഖംമൂടി ധരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? ഇത് എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് ഞാൻ കണ്ടതാണ്. അവർ മുഖംമൂടി ധരിച്ചിരിക്കുന്നു, ശരീരം മുഴുവനും മറക്കുന്നു, ഭയങ്കര അച്ചടക്കം നമ്മൾ കണ്ടു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ സ്ത്രീകളെ, നമുക്ക് സ്വാധീനമുള്ള സ്ത്രീകളെ, എല്ലാ ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ആരെയും ആക്ഷേപിക്കാനും പോകണ്ട. അതേ സമയത്ത് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വീട്ടിലുള്ള ഉമ്മ, കുറച്ച് പ്രായം ഉണ്ടാകാൻ അതൊക്കെ മേക്കപ്പ് ചെയ്തിപ്പോ ആരെയും കണ്ടാൽ ആകർഷിക്കുന്ന രൂപത്തിലുള്ളത്. മുഖം കണ്ട് മുഖം ഇങ്ങനെ തുറന്നിട്ട് എന്റെ പിന്നെ കൈ ഇങ്ങനെ ഇവിടത്തോളം തുറന്നിട്ട് പിന്നെ എന്താണ് മറച്ചു വെക്കാനുള്ളത്? അല്ലെ? ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യണോ ചെയ്യണ്ടേ? വിവാഹത്തിന് ഏറ്റെടുക്കണോ ഏറ്റെടുക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ എന്ത് കണ്ടിട്ടാ? പുറന്നോക്കില്ല. എങ്ങനെയാണ് അത് തീരുമാനിക്കല്? പെണ്ണ് കാണാൻ പോയാൽ എങ്ങനെയാ? മുഖം നോക്കല്ലേ ചെയ്യാ. അതുപോലെ കയ്യിന്റെ പടം തിരിച്ചും പറഞ്ഞും പുറവും നോക്കല്ലേ ചെയ്യാ. അങ്ങനെയല്ലേ സെറയെ പറഞ്ഞത്? അപ്പൊ ഒരു പെണ്ണ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് മുഖവും കൈ നോക്കിയിട്ടല്ലേ? അപ്പൊ അത് മറക്കുക എന്നതാണ് തീർച്ചയായും അതവും മര്യാദയും. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകളെ എന്ത് ചെയ്യണം? അത് ആ രീതി പഠിപ്പിച്ചുകൊണ്ട് അവരെ പതിവാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പല കല്യാണങ്ങളും വിളിച്ചാൽ പോകേണ്ടാത്ത അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത്. ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല.
കാരണം നിവൃത്തിയില്ല, നമുക്കിങ്ങനെ അങ്ങനെ പോയിട്ട് ഓപ്പണായിട്ട് നിൽക്കാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള മുങ്കറാത്തുകളുള്ള സ്ഥലത്ത് പങ്കെടുക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല. അഞ്ചാമത്തത് അൽ-ഖാമിസു അല്ലാ യഖ്സിദ ബിൽ ഇജാബതി ഖളാഅ ശഹവത്തിൽ ബത്ൻ. നമ്മളെ ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് സ്വീകരിച്ചുകൊണ്ട് സദ്യക്ക് പോകുമ്പോൾ നമ്മുടെ വെറും ഒരു പള്ളപ്രശ്നം മാത്രം, അതിന്റെ ആ സഹവത്ത് വീട്ടുക എന്നത് നമ്മൾ ഉദ്ദേശിക്കരുത്. മറിച്ച് അപ്പൊ അങ്ങനെ എന്താകും? ഫയഖൂനു ആമിലൻ ഫി അബ്വാബിദ് ദുനിയ. അവൻ വെറും ദുനിയാ കാര്യം ചെയ്ത ആളായി തീരും. ബൽ യുഹ്സിനു നിയ്യതഹു. അവൻ അവന്റെ നിയ്യത്തിനെ നന്നാക്കണം. യസീറ ബിൽ ഇജാബതി ആമിലൻ ലിൽ ആഖിറ. അവന്റെ ആ ഇജാബത്ത് കൊണ്ട്, ക്ഷണം സ്വീകരിച്ചു പോകുന്നത് കൊണ്ട് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാകാൻ വേണ്ടി നിയ്യത്ത് മാറുമ്പോൾ ദുന്യവിയായ കാര്യം, മുബാഹായ അനുവദനീയമായ കാര്യം എന്ത് ചെയ്യും? അത് ത്വാഅത്തായി മാറും. അല്ലേ? വസ്രിഫി ഇല ത്വാഅതി വഖതക കുല്ലഹു ലാ തത്റുകൻ വഖതൻ സുദൻ മുതസാഹില. നിന്റെ സമയങ്ങളെ മുഴുവനും ത്വാഅത്തിലേക്ക് നീ തിരിച്ചു വിടണം. ഒരു സമയത്തെയും നീ വെറുതെ ആക്കരുത്, കൃതാവനാക്കരുത് എന്ന് അതിൽ പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാ എല്ലാ സമയവും എങ്ങനെ ത്വാഅത്തിലാക്കാൻ കഴിയും എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ അത്യാവശ്യം ഉറങ്ങുന്നു, മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നു, ശഹവാത്തുകൾ വീട്ടുന്നു. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ത്വാഅത്തായി തീരുക? മുഴുവൻ സമയങ്ങളും ത്വാഅത്തിലേക്ക് വിടണം എന്ന് എങ്ങനെ പറയും? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, വതസീറു ഔഖാതുൽ മുബാഹി ബിനിയതി മസ്റൂബതൻ ബിൽ ഖൈരി ഫസ്റുബിൽ ഇഖ്തിലാ. മുബാഹായ അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയ്യത്ത് കൊണ്ട് അതെല്ലാം ത്വാഅത്തിലേക്ക് തിരിക്കപ്പെട്ടതാകും. എന്തിനാണ് രാവിലെ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്നത്? കച്ചവടം ചെയ്ത് ലാഭം എടുക്കുക, അങ്ങനെ അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അല്ലാഹു തആല അനുവദിച്ച ഒരു കാര്യമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. അല്ലാഹു തആല കച്ചവടം അനുവദിച്ചു, അതേ സമയത്ത് പലിശ അവൻ നിഷിദ്ധമാക്കി. പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരു സംഖ്യ നമ്മൾ കൊടുക്കുന്നു, ആ സംഖ്യ അവന്റെ കയ്യിലുള്ള കാലത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ട്രാ പൈസ വാങ്ങാണ്. അപ്പോ അത് ഉറപ്പിച്ചു, അത് 1,00,000 റുപ്യ കൊടുത്താൽ തിരിച്ചു തരുമ്പോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,05,000 തരണം. ഒരു ഉദാഹരണം പറയാം. അപ്പൊ കണ്ടീഷനായി ഉറപ്പിച്ചു. അതേ സമയത്ത് കച്ചവടം ചെയ്യുന്നവനു വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. 1,00,000 രൂപ മുടക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന എന്തിനാ? നഷ്ടപ്പെടാനല്ല, പിന്നെ 1,10,000 അല്ലെ 1,20,000 കിട്ടാൻ വേണ്ടിയാണ്. അവനക്ക് ബെനിഫിറ്റ് വല്ലതും കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അവൻ കച്ചവടം ചെയ്യുന്നുണ്ട്, അള്ളാഹുവാണ് ലാഭം കൊടുക്കേണ്ടത്. ചിലപ്പോ നഷ്ടമായി കൂടാനില്ല. അതല്ലേ ചരക്ക് കെട്ടിക്കിടന്നു പോകുന്നത്, അതുപോലെ നഷ്ടമായി പോകുന്ന പേടിക്കുന്ന കച്ചവടം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ കച്ചവടത്തിൽ ലാഭം കിട്ടുക എന്നുള്ളത് അല്ലാഹു തആല നൽകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, പൂർണ്ണമായി അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് അതിൽ ബറക്കത്തുണ്ട്, അത് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. അതേസമയത്ത് പലിശ അല്ലാഹു തആല നിഷിദ്ധമാക്കി. ഇതുകൊണ്ട് മാത്രമാണ് പലിശ നിഷിദ്ധമായതെന്നല്ല, ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. ഏത് കച്ചവടവും ഹലാലായ ഏത് കച്ചവടവും ചെയ്യാം, കച്ചവടം ചെയ്യാം. അതുപോലെ മറ്റ് എന്തെങ്കിലും ഹലാലായ നിലക്ക് വരുമാനമുണ്ടാക്കാൻ പഴുതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയുന്നു, അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ചില ആളുകളുണ്ട് നല്ല നിയ്യത്തോടു കൂടി ഗൾഫിൽ നിന്ന് വന്ന് ഒരു 6 മാസക്കാലം നാട്ടിൽ നിൽക്കുമ്പോ വീട്ടിൽ അവർ പോകുന്നുണ്ട്, രാത്രിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ 6 മാസക്കാലം വെറുതെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ പണി ഗൾഫിലേക്ക് പോകുന്നത് വരെ എടുക്കുക. അത് നല്ലൊരു സ്വഭാവമാണ്. അത് അത്യാപ്തി കൊണ്ടൊന്നുമല്ല, കാരണം അള്ളാഹു അനുവദിച്ചതാണ്. വെറുതെ സമയം കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ചില ആളുകളെ വിസയും കാത്തി ഇങ്ങനെ ഇങ്ങനെ 2-3 കൊല്ലം മൂപ്പര് വിചാരിച്ച അതിനുള്ള വിസ കിട്ടിയില്ല, അതിങ്ങനെ കാത്തി ഇങ്ങനെ ഇരിക്കുക, അടങ്ങി അങ്ങനെ ചെയ്യണോ?
വിസ വരുമ്പോ പോയാൽ പോരെ, വിസ വരുമ്പോ ടിക്കറ്റ് എടുത്ത് പോകാമല്ലോ. അതുവരെ എന്തെല്ലാം ചാൻസുകളുണ്ട്, എന്തെല്ലാം പിന്നെ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ ഹലാലായ നിലക്ക് തന്നെ, ഹറാമായതല്ല ഞാൻ പറഞ്ഞു, ഹലാലായ നിലക്ക് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കണം. അധ്വാനിച്ചു കൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വല്ലാത്ത രുചിയാണ്. അതല്ലേ പറഞ്ഞത്, മാ അകല ഇബ്നു ആദമ മിൻ തആമിൻ ഖൈറൻ മിൻ അൻ യഅകുല ബിഅമലി യദൈഹി. സ്വന്തം ജോലി ചെയ്ത് ആ ജോലി ചെയ്തിട്ട് കിട്ടുന്ന വേതനം അതിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തെ പോലെ ഒരു നല്ല ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അധ്വാനിച്ച് ഭക്ഷണം കഴിക്കാം. വകാന നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം യഅകുലു മിൻ അമലി യദൈഹി. ദാവൂദ് നബി അലൈഹിസ്സലാം ജോലി ചെയ്ത് ജീവിച്ച ആളായിരുന്നു, അങ്കി നെയ്തിരുന്നു മഹാനവറുകൾ. ആർക്കും ജോലി ചെയ്യാം. ഒരു ഉദ്യോഗസ്ഥനായി പോയി, എല്ലാവരും ഒരു മാഷാണ്, എല്ലാവരും ഒരു മൊയ്ലിയാരാണ്. എന്നാ പിന്നെ പുരയിലില്ല, ഒരു പണിയും എടുക്കാവില്ല, കണ്ടത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ പാടില്ല. ഗുരു ഇറങ്ങണം, മാഷു ഇറങ്ങണം, ഉദ്യോഗസ്ഥനും ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണത്. കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ഈ പറമ്പിലുള്ള തെങ്ങില്ലേ, നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് തെങ്ങിന്റെ വേട്ടൊന്ന് പോയി ടിക്കറും ചെല്ലിക്കൊണ്ട് പോയിക്കോളി. ഒന്ന് തെങ്ങൊന്നും തടയോക്കി അയിമ കായ്ക്കുന്ന കായപ്പം മറ്റേ തെങ്ങിനുണ്ടാവില്ല, യാതൊരു സംശയമില്ല. എനിക്കിതൊക്കെ അറിയാലും ഞാൻ തെങ്ങൊന്നും കൂടുതലില്ലെങ്കിലും ഉള്ളത് എങ്ങനെയാണ് ആലോചിക്കുന്നത്. അത് നല്ലതാണ്, തെങ്ങിന്റെ വേട്ടൊന്നൊന്ന് പോകാം. ചില ആളുകളുണ്ട് എന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ്, ഈ അടക്കയൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, കണ്ടത്ത് പോയ എനിക്ക് ചില സ്ഥലത്തൂടെ പോകുമ്പോ പിന്നെ ഇങ്ങനെ കൈ എന്തെല്ലോ ഇടങ്ങാറാവും ഇത് കണ്ടിട്ട്. അത് ആരാൻ എടുക്കണമെന്നല്ലോ പറയുന്നത്. കാരണം ഇത് പെറുക്കായിട്ട് ആ പറമ്പിന്റെ ഉടമയോട് എനിക്ക് ഭയങ്കര അമർച്ച ഉണ്ടാവും പിന്നെ എന്തിന് മനസ്സിൽ. പിന്നെ ചിലപ്പോൾ എനിക്ക് നിവൃത്തിയുടെ ആളെ ഞാൻ പറയുകയും ചെയ്ത് ഒരുപാട് അടക്കങ്ങൾ പെറുക്കാതെ ചെയ്യും. അടക്ക അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ചെയ്യാ അടിഞ്ഞു പോവാ. കുറച്ചു ദിവസം കഴിഞ്ഞാല് അതിന്റെ നിറങ്ങ് മാറും. നിറം മാറിയാ പിന്നെ മണ്ണോട് ചേരും, പിന്നെ സാധനം എന്തായി പോകും, നശിച്ചു. അല്ലെ കുറെ തൈ പൊടിക്കും, പൊടിച്ച തൈ എല്ലാം ഇപ്പൊ എന്താ ആക്കുക. അതുകൊണ്ട് അടക്കൊക്കെ വില ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ചില ആളുകള് നല്ല വിലയുള്ളപ്പോ മാത്രം ഗൗനിക്കും, വില കുറച്ച് കുറയുമ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെ പറ്റൂല. അല്ലാഹു തആല തന്ന ഒരു ഉൽപ്പന്നല്ലേ അത്, നമുക്ക് കാര്യം കിട്ടുമ്പോ മാത്രം അതിന്റെ പിന്നാലെ അങ്ങനെ ആകരുത്. അടക്കൊക്കെ 1 റുപ്യ ഒരടക്കം കിട്ടുന്നുണ്ടോ, എന്നാലും 50 പൈസ ആയിക്കോട്ടെ, 2 അടക്കം 1 റുപ്യ ആവൂലേ. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ അടക്ക എന്ത് ചെയ്യരുത്, വളപ്പില് വെറുതെ ഇട്ടേക്കാൻ പാടില്ല. ഞാൻ വെറുതെ പറയല, ഇങ്ങോട്ട് നാളെ രാവിലെ ഒന്ന് പോയി നോക്കി രാവിലെ. എന്നാലും ഒരുപാട് അടക്കകൾ ഉണ്ടാവും, പഴയ അടക്കകൾ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകും. എല്ലാവരും നോക്കിക്കോളി കേട്ടോ പറമ്പത്ത്. അതെല്ലാം പെറുക്കിയിട്ട് ശരിക്കും നല്ല ബൗസ്, ഞാൻ അറബി ഭാഷ അതാണ് മലയാളത്തിൽ പറയുന്ന ബൗസുണ്ട്. നല്ല ബൗസുള്ള ചെറിയ അതൊക്കെ വേണം. ദുനിയാവ് കിട്ടണേ ബൗസ് വേണം, ആഹാരം കിട്ടണേ എന്ത് വേണം, വറവും വേണം, സൂക്ഷ്മതയും വേണം. അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യണം. സ്ഥലം ഉണ്ടോ, നല്ല സ്ഥലം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാം. ഏറ്റവും നല്ല ജോലി സ്വരം എന്താണ്? കൃഷിയാണ്. ഭൂമിയിൽ കുമ്പിട്ടിട്ട് എന്ത് ചെയ്യാ, കൃഷി ചെയ്യാ. എന്തൊരു സന്തോഷമായിരിക്കും അറിയാം. നമ്മളെ പറമ്പില് ഉണ്ടായ ഒരു ചേന, അത് കറി വെച്ച് കൂട്ടുമ്പോ വല്ലാത്തൊരു സ്വാദാണ് അല്ലെ. നമ്മള് നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ കുറച്ച് പയറ്, ആ പയറ് ഉപ്പേരി വെച്ചാല് അതിന് പ്രത്യേക ഒരു സ്വാദാണ്. മാത്രല്ല നമുക്കൊരു നിർഭയത്വം ഉണ്ടാവില്ലേ. ഇതിലെ മരുന്നടിച്ചില്ല നമുക്ക് ഉറപ്പാണല്ലോ. വേറെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടൊരു നിവൃത്തിയില്ല, ഏകദേശവും മരുന്നടിച്ച സാധനങ്ങളാണ്. അപ്പൊ ഒരു ദിവസമെങ്കിലും ഒരു ഉപ്പേരിയല്ല, 1-2 ദിവസമെങ്കിലും ഒരു മരുന്നടിക്കാത്ത സാധനം കിട്ടൂലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കണം. നല്ല വാഴ, കദളി കുഴിച്ചിട്ടാലോ ഗുണമുണ്ട്. അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കണ്ട. നീന്തൽ വായാകുമ്പോൾ പിന്നെ കുറച്ച് ശുശ്രൂഷിക്കേണ്ടി വരും. അല്ല അറിയാം, അത് കുറെ ശുശ്രൂഷ നടത്തിയാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് സാധിക്കെങ്കിൽ അത് ചെയ്യാം. ഈ പടുവായ കുഴിച്ചിട്ടാണല്ലോ, നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടുണ്ടാവും, അപ്പോഴത്തേക്ക് മറ്റേത് പുറത്തേക്ക് ഉണ്ടാവും, അപ്പുറം ഒന്ന് കുമ്മനടുത്തേക്കുണ്ടാവും. എന്ത് രസം ഉണ്ടാവും. അവനവന്റെ പറമ്പെന്ന് കുത്തി കൊണ്ടുവന്ന് ഒരു പിന്നെ പഴം, അതിന് പ്രത്യേക ഒരു നിറവും കളറും പോലുമല്ല. ചിലപ്പോ ഇങ്ങനെ കണ്ണമെല്ലാം പിടിച്ചു പഴം, എന്തൊരു രസ. അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല. കോഴിനെ പോറ്റുന്നില്ല, ആടിനെ പോറ്റുന്നില്ല, എന്തോ പാലൊന്നും പിന്നെ സാധനമായിക്കൊണ്ട് നമ്മുടെ പാല് കുടിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വെറുതെ ആരും നിൽക്കാൻ പാടില്ല.
ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ വേണ്ടി ബാബു കസ്ബിൽ ഹലാൽ, പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം എന്ത് ജോലി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ. അതുകൊണ്ട് ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അപ്പൊ വിഷയം കാത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. ഗൾഫിൽ നിന്ന് വന്നിട്ട് 6 മാസക്കാലം വെറുതെ നിൽക്കേണ്ടതില്ല. എല്ലാവരും നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണം അതിന് വലിയ സ്ഥാനമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ വിഷയം നമ്മുടെ കല്യാണ വേദികൾ പരമാവധി അനാവശ്യങ്ങളിൽ നിന്നും അതുപോലെ ശറഅ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിക്കൊടുക്കും. അതിഥികൾക്ക് സദ്യയിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നതിന്റെ മര്യാദകൾ. അൽ-അവ്വലു, ഒന്നാമത്തത് തഅജീലു തആമി ഫദാലിക മിൻ ഇക്റാമിൽ ദൈഫ്, ഭക്ഷണം പരമാവധി വേഗം കൊടുക്കുക എന്നുള്ളതാണ്. അത് അതിഥിയെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. പലപ്പോഴും കേട്ടതാണ്, അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആള് തന്റെ ദൈഫിനെ, അതിഥിയെ ബഹുമാനിക്കണം എന്ന്. നമ്മൾ ക്ഷണിച്ച ആളുകൾ ഏകദേശം വന്ന് 40 ആളെ ക്ഷണിച്ച് 38 ആള് വന്നു, 2 ആള് ബാക്കിയുണ്ട് നോക്കുക. അങ്ങനെ ഉണ്ടായാൽ ഒരു നിശ്ചയിച്ച സമയമുണ്ട്, ആ സമയത്തെ തൊട്ട് അവർ പിന്തി. എന്നാൽ ഇപ്പോൾ ഇവിടെ ഹാജരായിട്ടുള്ള 38 ആളുകൾക്ക് സമയമായാൽ പിന്നെ ഭക്ഷണം കൊടുക്കുക എന്നത് അവരുടെ ഹക്ക് പാലിക്കലാണ്. അവർക്ക് വേണ്ടി പിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം പറയുക. ആ വരാനുള്ള ആള് പാവം മനുഷ്യനാണ്, എന്നാൽ ലേശം ഒന്ന് കാത്തു. ഇപ്പോഴത്തെ കാത്തുവിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് പിടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുവാനാ കാത്ത്, അന്നേരം അവര് പറയില്ലേ എന്ന് പറയില്ലേ, തീരെ അവഗണിക്കണ്ട. ഒന്ന് വിളിച്ചിട്ട് ഇവിടെ ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്, ഏകദേശം എത്തിയിട്ടുണ്ട്, പിന്നെ നിങ്ങളെ പങ്കത്തെ നിങ്ങളെ കാത്തു നിന്ന് എന്ന് പറഞ്ഞിട്ട് അവരോട് സമ്മതം വാങ്ങിയാല് അത് കൂടുതൽ മനസ്സംതൃപ്തിയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞത് ആ അതിഥികൾ ആദരിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിന്റെ മാന അന്നഹും മുക്രിമൂ ബിതഅജീലി ത്വആമി ഇലൈഹിം, അവർക്ക് വേഗം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. അതാണ് മറ്റൊരു തരത്ത് അല്ലാഹു പറഞ്ഞത്, ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീർ. ഒട്ടും താമസിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല ഒരു പശുക്കുട്ടിയെ വേവിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അതുപോലെ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു സംഭവം തന്നെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് അഹലിലേക്ക് ചെന്നുകൊണ്ട് പട്ടണം പാകപ്പെടുത്തി കൊണ്ടുവന്നു. പിന്നെ ഇത് അജലത്തല്ല, അജലത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്താണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരാള് ഒരു പള്ളിയിൽ വന്നിട്ട് അബദ്ധത്തില് അയാളെ ഡിജിറ്റൽ ക്ലോക്ക് നോക്കാത്തത് കൊണ്ടോ അല്ല നോക്കിയിട്ട് സമയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് സുന്നത്ത് കൈ അത്തഹിയ്യാത്തിലിരുന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, പല സ്ഥലത്തും പാലിക്കപ്പെടാത്ത തീരെ ചിന്തിക്കാത്തൊരു സംഗതിയാണ്. അങ്ങനെ കീ എന്ന് പറയുമ്പോഴത്തേക്ക് അത്
അത് അജലത്താ. ഇതങ്ങനെ കണക്കാക്കിയ ടൈമൊന്നുമല്ലല്ലോ. ഒരു അര മിനിറ്റ്, ഒരു മിനിറ്റ് ആ പ്രധാനപ്പെട്ട വ്യക്തി ഒന്ന് സലാം കിട്ടുന്നവരെ കാത്തു നിൽക്കാതെ ഇഖാമത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അജലത്താണ്, ശരിയല്ല. എനിക്ക് ഓർമ്മയുണ്ട്, വലിയ വലിയ മഹാൻ ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ പാലിക്കും. എനിക്ക് എന്റെ ഒരു ഓർമ്മയാണ്, ഞാൻ കാസർഗോഡ്, ഇപ്പൊ അങ്ങനെ ദൂരെ വയസ്സ് നോക്കില്ല, കാസർഗോഡ് മുമ്പൊരിക്കലും വയസ്സ്. അപ്പൊ അവിടെ എന്താണ്, അവിടുത്തെ കാലയാറുണ്ട്, കൊടുക്കട്ടെ. മുമ്പര് അവിടെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ്. ഞാനാണെങ്കിൽ അന്ന് ചെറിയ, ഇന്നും അന്നെല്ലാം കണക്കില്ല, പിന്നെ എന്നെ ഒരു നിലക്കും പരിഗണിക്കേണ്ടിയില്ല. പക്ഷെ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോയതാന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ ഒരു ഉറൂസിന്റെ വേള ഇവരെല്ലാം സ്റ്റേജിൽ വന്നിട്ട് എന്താക്കുന്നത്, ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് ഓരോ പറയാൻ ഞാൻ ഇങ്ങനെ വരുമ്പോ ഞാൻ കേട്ടതാ, അതൊരു അജലത്തായി പോവും, അതുകൊണ്ട് അയാൾക്ക് വന്നോട്ടെ. ഇത് ഒരു വല്ലാത്തൊരു അഥവാണ്, വലിയൊരു അഥവാണ്. ചില സ്ഥലത്ത് നിക്കാഹിനൊക്കെ എന്താ 1 മണിക്കൂറൊക്കെ ആളുകൾ ഭയങ്കര കാത്തിപ്പേ. പക്ഷേ ഏതെങ്കിലും ഒരാള് മൂപ്പരിങ്ങ് എത്തണ്ടേനോ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുശു 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 കൊണ്ട് 1 മണിക്കൂറൊക്കെ പ്രിയാപ്പള ചമയിക്കാൻ വേണ്ടി കാത്തു നിന്ന രംഗം എനിക്ക് ഓർമ്മ, അത്യപൂർവമാണെങ്കിലും എനിക്ക് ഓർമ്മ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട അവിടെ എത്തിയിട്ടുണ്ട്, 1 കിലോമീറ്റർ ഭയങ്കര ഈ നിലക്ക് കുശുമ്പുള്ള ആളുകൾ ഒരിക്കലും ഈമാനുള്ളവരാവില്ല. മുഅ്മിൻ ഈമാൻ താമായ ഒരാളും അങ്ങനെ കുശുമ്പുള്ളവരാകാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇത് അജലത്തല്ല. അജലത്ത് വെറുക്കപ്പെട്ട സംഗതിയാണ്. ഈ ഭക്ഷണം വേഗം കൊണ്ട് കൊടുക്കാൻ തന്നെ അജലത്ത് പെട്ടല്ല. അൽ അജലത്തു മിനശ് ശൈത്വാനി, ആത്തമുൽ അസം റഹിമഹുല്ലാ പറയാണ്, അൽ അജലത്തു മിനശ് ശൈത്വാനി ഇല്ലാ ബി ഖംസത്തിൻ, 5 കാര്യങ്ങളിൽ ഒഴികെ, ഫഇന്നഹാ മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതാണ് 5 കാര്യങ്ങൾ വേഗം ചെയ്യുന്നത് അജലത്ത് പെട്ടതല്ല എന്ന് പറഞ്ഞത്, ശൈത്താന്റെ സ്വഭാവമല്ല എന്ന് പറഞ്ഞത്. ഇത്ആമുൽ ളൈഹ്, ഒന്ന് അതിഥിക്ക് വേഗം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് തജ്ഹീസുൽ മയ്യിത്ത്, ഒരാൾ മരിച്ചാൽ വളരെ പ്രധാനപ്പെട്ട, സ്വന്തം മകൻ വേറെയായി പോയിട്ട് പെട്ടെന്നുള്ള മരണമാണ്, അങ്ങനെയുണ്ടല്ലോ, വല്ലാത്ത വേദനയുള്ള മരണം, അതൊന്ന് കാത്തു നിൽക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞുകൂടാ. അതേ സമയത്ത് മെഞ്ഞാനോനങ്ങ് പോയിക്കുള്ളൂ. ഇതാണെങ്കിൽ പണ്ടാരമായിട്ട് അങ്ങേ 92 വയസ്സായിട്ടുണ്ട്. അതിന് പിന്നെ മോനെ കാത്തുകേണ്ട ആവശ്യമുണ്ടോ? ആ മക്കളെന്താ വേണമെന്നറിയോ? ബാപ്പനോട് വേണ്ടെങ്കിൽ നിങ്ങൾ വേഗം മറയതോടി, ആരെയും കാത്തുകണ്ട എന്ന് പറയാണ് വേണ്ടത്. അത് പരമാവധി വേഗമാക്കണം. അതുപോലെ കന്യകയായ പെണ്ണ് അവിടെ വിവാഹ പ്രായത്തിൽ ഒരു കുടുംബത്തെ ഭർത്താവിനെ കിട്ടിയാൽ വേഗം കെട്ടിച്ചു കൊടുക്കണം. ഇന്നത്തെ പോലെയല്ല വേണ്ടേ. പിന്നെ പെണ്ണ് ആണുങ്ങൾക്ക് പെണ്ണിട്ട് പെണ്ണെല്ലാം തീർത്ത് തീർന്നിരിക്കുന്ന അല്ല. പെണ്ണ് ഞാനിപ്പം കഴിക്കുന്നില്ല ഓല് പറയും. പിന്നെ രക്ഷിതാക്കളോ ഓല് കഴിക്കാനായാലോ ഇപ്പം കെട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതാണ്. പിന്നെ ആരെങ്കിലും കൊണ്ടോ എന്തൊരു പോയത്താണ്, എന്തൊരു വിഡിത്താണ് ഈ ചെയ്യുന്നത്. വിവാഹ പ്രായത്തെ കെട്ടിച്ചു കൊടുക്കണ്ടേ? എന്തിന് വേറെ പഠിച്ചോട്ടെ, പോയിക്കോട്ടെ, ഉദ്യോഗത്തിന് പോയിക്കോട്ടെ. എവിടെയാണ് ഈ സമുദായം എത്തുന്നത്? ഈ സമുദായം ആരെയാണ് പിന്തുടരുന്നത്? റസൂലുള്ളാഹിനെയാണോ ദീനാണോ പിന്തുടരുന്നത്? ആരെയാണ് പിന്തുടരുന്നത്? എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു സമൂഹമായി ഈ സമുദായം അധപതിക്കാൻ പാടുണ്ടോ? വേഗം കെട്ടിച്ചു കൊടുക്കണ്ടേ സമയമായാലും? അത് അജലത്തല്ല, ശൈത്താന്റെ സ്വഭാവമല്ല എന്ന് പറയും. 4ാമത്തെ ഒരാള് അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഒരു പഞ്ചായത്തിലൊരു വീട് ശരിയായിട്ട് അതിന്റെ കട്ടില കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ കഷ്ണം വീണിട്ട് തലക്ക് അടിച്ചിട്ട് അബോധാവസ്ഥയിലെ ICUവിലാണ് അദ്ദേഹം ഉള്ളത്. അർഹമർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇൽമിന്റെ മജ്ലിസിലാണ് ഞങ്ങൾ ഉള്ളത്. എല്ലാവിധ ഖൈറും റിഫ്അത്തും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ആ ഇൽമ് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നൽകണേ അല്ലാഹ്. അർഹമുറാഹിമീനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളിലേക്ക് നീ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കണേ അല്ലാഹ്.
ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അപാകതകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ മാതാപിതാക്കളും മറ്റു കുടുംബങ്ങളും ഉസ്താദുമാർ ശിഷ്യന്മാർ മറ്റ് ബന്ധപ്പെട്ട മോമിനിയങ്ങൾ അടുത്ത് മരണപ്പെട്ട കുഞ്ഞാലി ഹാജിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ് അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ പരിപൂർണമായ ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും പുതിയാപ്പിളാർക്കും ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ പൂർണ്ണമായ ആരോഗ്യം നൽകണം റഹ്മാനെ. എന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കണേ അല്ലാഹ്. അപകടം പറ്റി വീടുകളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ പറഞ്ഞ മരം വീണിട്ട് പരിക്ക് പറ്റി കിടക്കുന്നവരുണ്ട്. റബ്ബേ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. എന്ത് അസ്വസ്ഥതകളുണ്ടോ നീ നീക്കണം റഹ്മാനെ. മാനസികമായ ശാരീരികമായ എല്ലാ അനാരോഗ്യവും നീ ശിഫയാക്കി നല്ല ആരോഗ്യവും സലാമത്തും നൽകണം റഹ്മാനെ. വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ അത് മാറ്റി കൊടുക്കണം റഹ്മാനെ. അലർജിയും അതുപോലെ ചൊറിയും മറ്റ് എപ്പോഴും വിട്ടുമാറാത്ത അസ്വസ്ഥതകൾ ഉള്ളവരുണ്ട്, നീ അത് പൂർണ്ണമായി ശിഫയാക്കി മനസ്സിന് സമാധാനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ മാറാത്ത തലവേദനയുള്ളവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനെ. എന്തേത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടോ, ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കുണ്ടോ, അതെല്ലാം നീ പൂർണ്ണമായി നീക്കി ശിഫയാക്കി സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നാട്ടിലോ വിദേശത്തോ എവിടെയായാലും കച്ചവടങ്ങളോ മറ്റ് എന്ത് ഏർപ്പാടുകളോ ഉണ്ടോ അതിലൊക്കെ നീ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ നീ എല്ലാവർക്കും നീ രക്ഷ നൽകണം റഹ്മാനെ. എല്ലാ നിരപരാധികളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണമായി നന്ദികേടുകൾ കാരണമായി ഞങ്ങളിലേക്ക് നീ ബലാ ഇറക്കല്ല റഹ്മാനെ, ശിക്ഷ ഇറക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കണം റഹ്മാനെ. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നീ നന്നാക്കണം റഹ്മാനെ, നന്നാക്കണം റഹ്മാനെ. നൈമിഷിക നേരത്തിലുള്ള നിമിഷ നേരത്തെ വൈകാരത്തിന് അടിമപ്പെട്ട് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സമാധാനവും നൽകണേ അല്ലാഹ്. ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭർത്താവോ, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ഇടങ്ങാറാകുന്ന ഭാര്യയോ ആരായാലും എവിടെയായാലും എല്ലാവർക്കും നീ മനസ്സമാധാനം നൽകണം റഹ്മാനെ. 2-3 ദിവസം മുമ്പ് ഒരു പെണ്ണുങ്ങൾ വല്ലാതെ വ്യസനം പറഞ്ഞു, സങ്കടം പറഞ്ഞു. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഉമ്മാക്ക് നീ മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. ആര് കാരണത്താലാണോ, ആരുടെ ദുസ്വഭാവം കണ്ടാണോ ആ പെണ്ണിന് പ്രയാസമുള്ളതെങ്കിൽ അയാളുടെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമായ മഴ, ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതെ നീ ഞങ്ങൾക്ക് ചൊരിച്ചു തരണേ അല്ലാഹ്. നീ നൽകിയ എല്ലാ ഉൽപ്പന്നങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. കഴിവില്ലാത്ത അറിവില്ലാത്ത പാപികളാണ് ഞങ്ങൾ, അറിവ് ഏറ്റിത്തരണേ അല്ലാഹ്. കഴിവ് നൽകണേ അല്ലാഹ്, ശക്തി നൽകണേ അല്ലാഹ്, മനസ്സമാധാനം നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടെ ഇസ്സത്തോടെ തഖ്വയോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ഈ വെളിച്ചങ്ങൾക്ക് കാരണമായ മഹാനായ പേരോട് ഉൾപ്പെടെയുള്ള എല്ലാ ഉസ്താദുമാർക്കും സഹപ്രവർത്തകന്മാർക്കും ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് ഞങ്ങളെ എല്ലാം നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.